നമസ്കാരം. ഇന്നലെ ട്രംപിനത്ര നല്ല ദിവസമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അസ്കിതകളൊക്കെ കൂടി നിൽക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ഒരു പ്രസ്താവന ഇറക്കി. മറ്റൊന്നുമല്ല, ഇന്ത്യക്ക് കുറച്ചുകൂടി ചുങ്കം ഏർപ്പെടുത്തും എന്നുള്ളതാണ്. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വളരെ നെടുവീർപ്പിട്ടതായും ദീർഘനിശ്വാസം വിട്ടതായിട്ടും വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് എന്നാണ്. അതായത് ഒരു അസ്വസ്ഥതയുള്ളപ്പോൾ നമ്മൾ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, കുറച്ച് ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ പറയാനുള്ളതൊക്കെ പെയ്തു പിറക്കി കഴിയുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ. ആ ആശ്വാസം ഇന്നലെ ട്രംപിനുണ്ടായി. അങ്ങനെ ട്രംപിനുണ്ടായെങ്കിൽ അത് നല്ലത് തന്നെ. ഈ 84-ാം വയസ്സിൽ ഇത്രയേറെ അസ്കിതകളുമായി ഒരാൾ മുന്നോട്ട് പോകുന്നത് കാണാൻ ഇന്ത്യക്കും അത്ര താല്പര്യമൊന്നുമില്ല. വയോജനക്ഷേമമൊക്കെ വളരെ നല്ല രീതിയിൽ നടപ്പാക്കണമെന്ന് കരുതുന്ന ആളുകളാണ് നമ്മൾ സനാതനികൾ. അതുകൊണ്ട് ട്രംപിൻ്റെ ഈ ഒരു അസ്വസ്ഥതയ്ക്ക് നമ്മൾ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഈ മൂപ്പിന് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ചൊറിയൻ ചേമ്പിൻ്റെ വെള്ളമാണ് കൊടുക്കുന്നത്. ചൊറിയൻ ചേമ്പിന് അവിടെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. എന്തായാലും ചൊറിയൻ ചേമ്പിൻ്റെ വെള്ളമാണ് കൊടുക്കുന്നത്. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ അസ്വസ്ഥത പുറത്തേക്ക് തികട്ടി വന്നത്. ഇതിനുള്ള മറുപടി എന്തായാലും ഇന്ത്യ കൊടുക്കുമെന്ന് ഉറപ്പാണ്. ഇതുവരെ ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ള ചുങ്കം 25%. ഇനിയും കുത്തനെ തീരുവ കൂട്ടുമെന്നാണ് പറയുന്നത്. ഈ കൂട്ടുമെന്ന് പറയുന്നതിന് ഇടയിൽ തന്നെ ഇന്ത്യക്ക് പിന്തുണയുമായിട്ട് റഷ്യ വരുന്നുണ്ട്. റഷ്യ വരുമ്പോൾ ട്രംപച്ചായന് സഹിക്കില്ല. ട്രംപിന് എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധം കട്ട് ഓഫ് ചെയ്യണം. ഈ ബന്ധങ്ങളൊക്കെ കട്ട് ഓഫ് ചെയ്യുന്നതാണല്ലോ അമേരിക്കൻ സ്റ്റൈൽ. മൂപ്പിനെ തന്നെ ഈ പറയുന്ന മെലാനിയെ കണ്ടുമുട്ടിയത് എപ്സ്റ്റീൻ്റെ വലയത്തിൽ നിന്നാണ്. അപ്പോൾ അതിനു മുമ്പ് രണ്ട് ബന്ധം ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആരെങ്കിലും തമ്മിൽ ചേർന്ന് പോകുന്നത് കണ്ടാൽ അത്ര രസിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇറക്കുമതി ചുങ്കം നമുക്ക് കൂട്ടുമെന്ന് പറയുന്നത് മാത്രമാണോ ഈ മൂപ്പിനിൻ്റെ അസ്കിത? അത് മാത്രമല്ല, ഇങ്ങനെ പോയിട്ട് പാകിസ്ഥാനിൽ നിന്ന് എണ്ണ ഇപ്പം തന്നെ കയ്യോടെ കുഴിച്ചെടുക്കും. ബക്കറ്റുമായിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോയാൽ മതി എന്നുള്ളതാണ് ചിന്ത എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണെങ്കിൽ തമ്മിലടിയാണ്. ബലൂജികൾ പറഞ്ഞിരിക്കുന്നു, ഈ വഴിക്കെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ തന്നെ മുട്ടുകാല് തല്ലുപിടിക്കും, ചീന്തിക്കളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചീന്തിക്കളയും എന്നുള്ള മറുപടി കേൾക്കുമ്പോൾ അസീം മുനീറിന് വരെ മുട്ടിടിക്കുന്നുണ്ട്. അസീം മുനീറിനാണെങ്കിലോ എങ്ങനെയെങ്കിലും അവിടെ പ്രസിഡന്റ് ആവണം, അവിടെ കുറച്ച് കുത്തിത്തിരിപ്പും കാര്യങ്ങളും കുശുമ്പും കുന്നായ്മയൊക്കെ സ്വാഭാവികമായി ഉണ്ടാക്കണം. ഷെഹബാസ് ഷെരീഫിനെ എടുത്ത് വീണ്ടും അകത്തിടണം, ഇങ്ങേർക്ക് അവിടെ കസേരയിൽ കയറി ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബലൂജ് മേഖല ഇപ്പോൾ അവർക്ക് വലിയ കൈകാര്യം ചെയ്യാൻ എളുപ്പമല്ലാത്തൊരു മേഖലയാണ്. അവർ സ്വതന്ത്രമായ രാഷ്ട്രം പ്രഖ്യാപിക്കുന്നു, പതാക ഉയർത്തുന്നു, ഇന്ത്യയോട് പറയുന്നത് ഞങ്ങളെ നിങ്ങൾ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കണം. ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച് നിലവിൽ വരാൻ ഒരുപാട് കടമ്പകൾ കടക്കണം. അപ്പോൾ ഒന്ന്, മറ്റു രാജ്യങ്ങൾ ഇവരെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബലൂജികൾ നമ്മളോട്, ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് ഇതാണ്. ഈ ബലൂജികളുടെ ആവശ്യത്തോട് നമ്മൾ ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ബലൂജികൾ ഉള്ള ഭാഗത്ത് നിന്നാണ് ഈ കാര്യങ്ങൾ എല്ലാം, അതായത് ഈ പെട്രോൾ ഉണ്ട്, സ്വർണമുണ്ട്, ചെമ്പുണ്ട് എന്നൊക്കെ പറയുന്നത്. ഈ പെട്രോൾ ശേഖരത്തിൻ്റെ വലിയൊരു കൂട്ടമുണ്ടെന്നാണ്, വലിയൊരു വിപുലമായ രീതിയിൽ പെട്രോൾ ശേഖരമുണ്ട്, ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട് എന്നാണ് പറയുന്നത്. ക്രൂഡ് ഓയിൽ ശേഖരം അവിടെ ഏതാണ്ട് വളരെ തുച്ഛമായ നിലയിലാണുള്ളത്. 0.21% അത്ര എന്തോ ആണ്, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഒരു കണക്ക്. ഈ ട്രംപിന് ഇതിൻ്റെ ഒരു വിവരം കൊടുത്തത്, ട്രംപ് പറഞ്ഞിരുന്നു ഈ പറയുന്ന കാറ്റാടി യന്ത്രത്തിൽ നിന്നാണ് ക്യാൻസർ വരുന്നത് എന്ന്. ഈ അതേ പുസ്തകത്തിൽ നിന്നാണോ ട്രംപിന് ഈ ക്രൂഡ് ഓയിൽ ശേഖരം ഉണ്ട് പാകിസ്ഥാനിൽ എന്നുള്ള വിവരം കിട്ടിയത് എന്നുള്ളത് നമുക്കറിയില്ല. ട്രംപിൻ്റെ പുസ്തകങ്ങളൊക്കെ വളരെ രസകരമല്ല. ലൈസോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് മാറും എന്നൊക്കെ പറഞ്ഞ ട്രംപാണ്. അതുകൊണ്ട് ട്രംപളിയൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ ചിരിക്കാനുള്ളതുണ്ടാവും. എന്തായാലും ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളുമായിട്ട് നമ്മുടെ ട്രംപ് ചായൻ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സൈന്യം ചില വിവരങ്ങൾ കൂടി പുറത്തു വിടുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ അമേരിക്കയ്ക്ക് പാകിസ്ഥാനിൽ വലിയ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നും ഇന്നലെയൊന്നുമല്ല,
നേരത്തെ ഇവർ ആയുധങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പങ്കുവച്ചത്. അതായത് 1971 ഒരു പത്രവാർത്തയാണ് സൈന്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. ഈ പറയുന്ന റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഭാരതത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കൊക്കെയും ഇത്രമേൽ ഇറക്കുമതി തീരുവയും പിഴയും ഒക്കെ ചുമത്തുമെന്ന ട്രംപിൻ്റെ ഭീഷണി വന്നതിന് പിന്നാലെയാണ് നമ്മുടെ സൈന്യം ഈ പത്രക്കുറിപ്പിൻ്റെ കട്ടിങ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്യുന്നത്. സൈന്യത്തിൻ്റെ ഈസ്റ്റേൺ കമാൻഡ് എക്സിൽ പങ്കുവച്ചതാണ് ഈ കട്ടിങ് എന്ന് പറയുന്നത്. ഇത് 1971 ഓഗസ്റ്റ് 5 71 യുദ്ധത്തിന് മുന്നോടിയായിട്ട് അമേരിക്ക പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നത് എങ്ങനെയെന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആ വർഷത്തെ തന്നെ ഈ ദിവസം യുദ്ധത്തിൻ്റെ മുന്നൊരുക്കം ഓഗസ്റ്റ് 5, 71 എന്ന സൈന്യം പോസ്റ്റിന് അടിക്കുറിപ്പും നൽകിയിട്ടുണ്ട്. പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നത് ചൈനയാണ് എന്നുള്ളൊരു വൈപ്പ് നമുക്കുണ്ട്. നമ്മൾ അതിൻ്റെ തെളിവുകളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയതാണ്. പക്ഷെ നമ്മുടെ പ്രതിപക്ഷം അത് സമ്മതിക്കില്ല. പാകിസ്ഥാന് ആയുധങ്ങളൊന്നും ആരും കൊടുക്കുന്നില്ല, അവർ വളരെ മാലാക കുഞ്ഞുങ്ങളാണ്, അതായത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ് എന്നാണ് നമ്മുടെ പ്രതിപക്ഷമൊക്കെ പറയുന്നത്. അതെന്തായാലും പോട്ടെ, വിവരക്കേട് പറയുന്നതിന് നമുക്കിപ്പോൾ ആരെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പാകിസ്ഥാന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനെ പറ്റി നാറ്റോ ശക്തികളെയും സോവിയറ്റ് യൂണിയനെയും സമീപിച്ചിട്ടുള്ള കാര്യം അന്നത്തെ പ്രതിരോധ ഉൽപാദന വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി VC ശുക്ല രാജ്യസഭയിൽ പറഞ്ഞതായിട്ട് ഈ പത്രവാർത്തയിൽ പരാമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്ന കാര്യം സോവിയറ്റ് യൂണിയനും ഫ്രഞ്ച് സർക്കാരും നിഷേധിച്ചപ്പോൾ US പിന്തുണ തുടർന്നു എന്നുള്ളതുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കയും ചൈനയും കുറഞ്ഞ വിലയ്ക്ക് പാകിസ്ഥാന് ആയുധങ്ങൾ വിറ്റു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ 71 യുദ്ധത്തിൽ പാകിസ്ഥാൻ പോരാടിയത് ഈ രണ്ട് രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഇപ്പോഴും ട്രംപിൻ്റെ തീരുമാനത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ട്രംപ് ഇപ്പോഴും ചെയ്യുന്നത് പാകിസ്ഥാനെ സഹായിക്കാനുള്ള കാര്യങ്ങളാണ്. പാകിസ്ഥാനെ വിഭജിച്ചുകൊണ്ട് അവരുടെ ആവശ്യം മുൻനിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഇന്ത്യയെ തരം താഴ്ത്തുക, ഇന്ത്യയെയും റഷ്യയെയും തമ്മിലുള്ള കണക്ഷൻ ഇല്ലാതെയാക്കുക, ഇന്ത്യയുടെ വളർച്ച മുരടിപ്പിക്കുക. അത് സ്വാഭാവികമായിട്ട് സർവാധിപത്യത്തിൽ വളരുന്ന ഒരു രാജ്യത്തിന് വളർച്ചയുടെ പടവുകൾ കയറുന്ന ഒരു രാജ്യത്തോട് ഉണ്ടാകുന്ന കുശുമ്പും കുന്നായ്മയും ഒക്കെ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മുന്നേ നമ്മൾ പറഞ്ഞു തുടങ്ങിയതും ഈ പറഞ്ഞ് അവസാനിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാം അമേരിക്കയുടേതായിട്ടുള്ള സ്ഥാപിത താല്പര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇപ്പം എല്ലാവരും വളരെ ട്രോളുന്നുണ്ട്. ചങ്കാണ് മോദി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായെന്ന്. ചങ്കാണ് എന്ന് പറഞ്ഞാലും നമ്മളുടെ നിലപാടിൽ തന്നെയാണ് എന്നുള്ളതാണ്. നമുക്ക് ട്രംപ് വിളിക്കുന്നു, നല്ല രീതിയിൽ സംസാരിക്കുന്നു, നമ്മളവിടെ പോകേണ്ടതാണെങ്കിൽ പോവുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുക. ഈ ആശാന് അസ്കിതമൂത്ത് അപ്പം മാറ്റിപ്പറയുക എന്നുള്ള ഒരു കാര്യമുള്ളത് നമ്മളത് ഗൗനിക്കുന്നില്ല. ഇന്ത്യയുടെ നിലപാട് എന്നുള്ളത് നമ്മളോട് സഹകരിച്ച് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സഹകരിക്കും. മൊടയാണ് സതീശ, മൊട തന്നെയായിരിക്കും. അത് ഇന്ത്യയുടെ നിലപാട് അങ്ങനെയാണ്. അപ്പോൾ ട്രംപിന് നമ്മുടെ കുതിപ്പിൽ വളരെയേറെ അസ്വസ്ഥതകളുണ്ട്. ട്രംപിനെ എന്ന് പറയാൻ പറ്റില്ല, അമേരിക്കയ്ക്ക് ഉണ്ട്. ആ അമേരിക്കയ്ക്ക് മാത്രമല്ല ചൈനയ്ക്കും ആ ഒരു അസ്വസ്ഥത വളരെ കാര്യമായിട്ട് തന്നെയുണ്ട്. അപ്പം ഇതെല്ലാം കാണിക്കുന്നത് തകർന്നടിയുന്ന ഒരു സർവാധിപത്യത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ സർവാധിപത്യം തകർന്നടിയുന്ന ഒരു രാജ്യത്തിനുണ്ടാകാവുന്ന വിഭ്രമം എന്നുള്ളത്, ഒരു ചിത്ത വിഭ്രമം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കേണ്ടത് അവരുടെ ആവശ്യമായതുകൊണ്ട് അവർ ഇത്തരത്തിൽ പ്രതികരിക്കും. ഇന്ത്യ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇതൊന്നും കണ്ട് ആരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്.